പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി എ വി ജയശങ്കർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജയശങ്കർ, 2-3 കാര്യങ്ങളാണ്. ഒന്ന്, അതിശക്തമായ മഴ. 2, വലിയ കാറ്റ്. മൂന്നാമത്, ഈ തീരപ്രദേശങ്ങളിൽ കഴിഞ്ഞത്, അത് കടലിന്റെ തീരത്താണെങ്കിലും നദിയുടെ ഓരത്താണെങ്കിലും ഈ രണ്ടിടങ്ങളിലും കടലാക്രമണ ഭീഷണി ഒരു ഭാഗത്തുണ്ട്. നദികൾ കരകവിഞ്ഞൊഴുകാനും ഒരു പ്രളയ സമാനമായ സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്ന ആശങ്കയും നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് അവിടെ മണിമല നദി, അച്ചൻകോവിൽ നദി, പമ്പ നദി, ഇവരുടെ വൃഷ്ടിപ്രദേശങ്ങൾ, തീരപ്രദേശങ്ങളിൽ കഴിയുന്ന ആളുകൾക്ക് പ്രത്യേകം കരുതൽ ആവശ്യമാണല്ലോ. പത്തനംതിട്ടയിൽ ഇന്ന് അതിശക്തമായ മഴയാണോ അനുഭവപ്പെട്ടത്? ഏതൊക്കെ മേഖലകളിലാണ് ഈ മഴ കനത്ത നാശം വിതച്ചിട്ടുള്ളത്? എവിടെയെങ്കിലും ജനങ്ങൾ ഒറ്റപ്പെട്ടു പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ പത്തനംതിട്ടയിൽ? പത്തനംതിട്ട ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെയാണ് രാവിലെ മുതൽ വലിയ തോതിലുള്ള മഴ പെയ്തത്. ഞാനിപ്പോൾ ഉള്ളത് ഈ അച്ചൻകോവിൽ ആറിൻ്റെ പരിസര പ്രദേശത്താണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, നദി കുത്തി ഒഴുകുന്ന സാഹചര്യമാണുള്ളത്. ജലനിരപ്പ് വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ഈ പ്രദേശത്ത് വന്നപ്പോൾ ഇതിനേക്കാൾ വളരെ അധികം വെള്ളം കുറവായിരുന്നു. എന്നാൽ വെള്ളത്തിൻ്റെ അളവ് ഇന്ന് കൂടിയിട്ടുണ്ട്. വനമേഖലയിൽ ഉൾപ്പെടെ പെയ്ത ശക്തമായ മഴയാണ് ഈ അച്ചൻകോവിൽ ആറിലെ ജലനിരപ്പ് ഉയരാൻ കാരണം. പക്ഷേ നിലവിൽ തീരത്ത് താമസിക്കുന്ന ആളുകൾ ജാഗ്രത പുലർത്തണം എന്നൊരു നിർദ്ദേശം മാത്രമാണ് ജില്ലാ ഭരണകൂടവും കാലാവസ്ഥാ വകുപ്പും നൽകിയിരിക്കുന്നത്. മറ്റേതെങ്കിലും തരത്തിൽ അച്ചൻകോവിൽ ആർ കരകവിഞ്ഞുകൊണ്ട് മറ്റ് പ്രശ്നങ്ങൾ നിലവിലുണ്ടായിട്ടില്ല. പക്ഷേ ജില്ലയിൽ മണിമലയാർ കരകവിഞ്ഞിട്ടുണ്ട്. തിരുവല്ല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇതുമൂലം നിരവധി ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഉൾപ്പെടെ മാറ്റിയിട്ടുണ്ട്. ഒരു വീടിൻ്റെ പകുതിയോളം ഉയരത്തിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഈ മണിമലയാറ്റിൽ ഇന്ന് ഉണ്ടായത്. രാവിലെ തിരുവല്ലയിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കാണിച്ചിരുന്നു. പമ്പാ നദിയിലും സമാനമാണ് സ്ഥിതി. പമ്പാ നദിയിൽ ഈ സത്രക്കട ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ റോഡിനടുത്തുവരെ വെള്ളം ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തീരമേഖലയില്ലെങ്കിൽ പോലും ഈ നദിയുടെ തീരപ്രദേശങ്ങളിലുള്ള ആളുകൾ, കടലാക്രമണ ഭീഷണി ഇല്ലെങ്കിൽ പോലും നദിയുടെ തീരങ്ങളിലുള്ള ആളുകൾ വലിയ ജാഗ്രത പുലർത്തണം. കാരണം വനത്തിൽ ഉൾപ്പെടെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഈ നദിയുടെ ഉൾപ്പെടെ ജലനിരപ്പ് വർദ്ധിക്കാൻ, ഉയരാനുള്ളൊരു സാധ്യതയാണ് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. എന്തായാലും മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ നാശനഷ്ടങ്ങളുടെ കണക്ക് ജില്ലാ ഭരണകൂടം പുറത്തുവിട്ടിട്ടുണ്ട്. ആ കണക്ക് നമുക്കൊന്ന് പരിശോധിക്കാം. 197 വീടുകൾ ഭാഗികമായി തകർന്നു എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. തിരുവല്ല താലൂക്കിൽ 53, റാന്നിയിൽ 37, അടൂരിൽ 32, കോഴഞ്ചേരിയിൽ 31, കോന്നിയിൽ 22, മല്ലപ്പള്ളിയിൽ 22 വീടുകളാണ് ഭാഗികമായി തകർന്നത്. ഈ കോഴഞ്ചേരിയിലും ഒപ്പം തന്നെ അടൂരിലുമായി 2 വീടുകൾ പൂർണ്ണമായി തകർന്നു. ഈ മഴയിൽ 68 ലക്ഷം രൂപയുടെ നഷ്ടമാണ് KCBക്ക് ഉണ്ടായത്. കനത്ത കാറ്റിൽ പോസ്റ്റുകൾ തകർന്നുകൊണ്ടും ഒപ്പം തന്നെ ഈ വൈദ്യുത ലൈനുകൾ തകർന്നും KCBക്ക് 68 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായി. ഇലക്ട്രിക് പോസ്റ്റുകളും വലിയ തോതിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായത്. 992 ട്രാൻസ്ഫോമറുകൾ തകർന്നു. എന്തായാലും വലിയ നഷ്ടം KCBക്കുണ്ട്. ജില്ലയിലെ നദികളെല്ലാം തന്നെ ഓറഞ്ച് അലേർട്ടിലാണ് നിലനിൽക്കുന്നത്. അതായത് പ്രളയ സമാനമായ സാഹചര്യം നദികൾ ഉണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു. അതുകൊണ്ട് തന്നെ നദികളിൽ ഇറങ്ങാനോ നദീതീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ഏതെങ്കിലും ഘട്ടത്തിൽ ജലനിരപ്പ് ഉയരുമെന്ന് കണ്ടാൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറണമെന്നും ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ എന്തായാലും ജില്ലയിൽ 8 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് വിവിധ താലൂക്കുകളിലായി ജില്ലാ ഭരണകൂടം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട ജില്ലയിലെ മഴയുടെ സാഹചര്യമാണ് ജയശങ്കർ നമ്മളുമായി പങ്കുവച്ചത്.